ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. ഒരു സ്ട്രീറ്റ് ഫുഡാണ്. പാവ് ഭാജി മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ്, ഞാൻ 2 ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, പിന്നെ നമ്മൾ കോളിഫ്ലവറും കൂടി ഇട്ടിട്ട് ഇച്ചിരി ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് കുറച്ച് ഓയിലും അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുക. വഴറ്റി വരുമ്പോഴേക്കും നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് ഇട്ട് നല്ലതുപോലെ വഴറ്റി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് മേത്തിയിലയും 2-3 കരയാമ്പും കുറച്ച് ഉലുവയും കൂടി, ഉലുവ ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ പൊടിയായിട്ട് എടുത്തിട്ട് നമുക്ക് ഇടുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. മഞ്ഞൾപ്പൊടിയുടെ വീഡിയോ എങ്ങനെയോ കട്ടായി പോയിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ചേർക്കുക. പിന്നെ നമുക്ക് പാവ് ഭാജി മസാലയാണ്. പാവ് ഭാജി മസാല ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം ചേർത്ത് പൊടികളൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് പാവ് ഭാജിയുടെ മസാല കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ മിക്സ് ചേർത്ത് അതും കൂടി ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. സ്മാഷ് ചെയ്തിട്ട് ഇതിലിട്ടാലും മതി, അല്ലെങ്കിൽ ഇതിലിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ സ്മാഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമാണ്, കാരണം ഇത് കുറച്ച് കട്ടിയായിപ്പോയി. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടി, ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. അധികം വെള്ളം ആവശ്യമില്ല ഇതിന്. ഇനി നമ്മൾക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൂടുതൽ ടേസ്റ്റി ആക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്ത് നമ്മൾക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾക്ക് നമ്മളുടെ പാവ്, അതായത് നമ്മളുടെ ബണ്ണ് ഒന്ന് ഇതുപോലെ കുറച്ച് ബട്ടറും കുറച്ച് പാവ് ഭാജി മസാലയും കുറച്ച് മല്ലിയിലയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വെറുതെ ഒന്ന് ബട്ടർ ഇട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് ചൂടാക്കി എടുത്താലും മതി. ഞാനൊരു വെറൈറ്റി ആയിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ബട്ടർ 2 ഭാഗത്തും ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും മതിയാകും. ഞാൻ ഉള്ളൊന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഇതുപോലൊരു പ്ലേറ്റിൽ പാവ് ഭാജിയും മസാലയിട്ട് കുറച്ച് സവാളയൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. സവാള ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നാരങ്ങ നീരും കൂടി ഒഴിച്ച് നല്ല ചൂടോടുകൂടി കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും.